ഹലോ, എ വെരി വാം വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA BSc കുട്ടികളുടെ കഹാനി സരോവർ എന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് സ്റ്റോറി സദ്ഗതി, കഥാസമ്രാട്ട് പ്രേംചന്ദ് എഴുതിയ സദ്ഗതി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഓഡിയോ ബുക്ക് ഞാൻ നേരത്തെ റിലീസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഹിന്ദി ക്രിട്ടിക്കൽ അനാലിസിസ് വീഡിയോയും റിലീസ് ചെയ്തിരുന്നു. മലയാളം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ റീസെൻ്റായിട്ട് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ ജോയിൻ ചെയ്ത്, അപ്പോൾ ഇനി അങ്ങോട്ട് കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി ആ പോർഷൻസ് എല്ലാം ഞാൻ ഇനിയും കുറച്ചുകൂടെ ഡീപ്പായിട്ട് കവർ ചെയ്യും. അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് പ്രേംചന്ദിൻ്റെ സദ്ഗതി എന്ന വളരെ ഫേമസ് സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഓഡിയോ ബുക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഹിന്ദിയും മലയാളവും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോട്ട്സ് എന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ റണ്ണിങ് സെം കോളേജുകളിൽ കുട്ടികൾ അവരുടെ ഫസ്റ്റ് സെം യൂണിവേഴ്സിറ്റി എക്സാം ഫേസ് ചെയ്യാൻ പോവുകയാണ് ഈ മാസം. സോ ഐ തോട്ട് ഈ നോട്ട്സ് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗ്രാജുവലി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കവർ ചെയ്യും. മലയാളം വേർഷനും താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സദ്ഗതി പ്രേംചന്ദിൻ്റെ വളരെ ഫേമസ് ഒരു സ്റ്റോറിയാണ്. പ്രേംചന്ദ് എന്ന് പറയുമ്പോൾ കഥാസമ്രാട്ട് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാസ്റ്റർ സ്റ്റോറി ടെല്ലറാണ് ഹിന്ദിയിലെ. ഹിന്ദി ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ പ്രേംചന്ദിൻ്റെ പേരിൽ ഒരു യുഗം തന്നെയുണ്ട്. പ്രീ പ്രേംചന്ദ്, പോസ്റ്റ് പ്രേംചന്ദ്, അങ്ങനെ പ്രേംചന്ദ് യുഗ് തന്നെയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സ്റ്റോറി ടെല്ലറായിരുന്നു പ്രേംചന്ദ്. 300-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ട്രേഡ് മാർക്ക് നോവലാണ് ഗോദാൻ. അങ്ങനെ ഹിന്ദി സാഹിത്യത്തിലെ ഒരു കഥാസമ്രാട്ട് എന്നറിയപ്പെടുന്ന, ഉപന്യാസമ്രാട്ട് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രേംചന്ദ്. അദ്ദേഹത്തിൻ്റെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് സദ്ഗതി. ഈ ഒരു കഥയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചില കീ പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാമിനേഷൻ അടുത്തിരിക്കുമ്പം ഹോൾ ചാപ്റ്റർ വായിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഇൻഫാക്റ്റ് ചാപ്റ്റർ നിങ്ങൾ നേരത്തെ വായിച്ചിരിക്കണം, ആസ്വദിച്ച് തന്നെ വായിക്കണം. ലിറ്ററേച്ചർ ആസ്വദിച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയം, എക്സാമിനേഷന് തൊട്ട് മുമ്പ് കുറച്ച് കീ പോയിൻറ്റ്സ് ഞാനിവിടെ തരികയാണ്. ഒന്നാമത്തെ കാര്യം, പ്രേംചന്ദിൻ്റെ ഫേമസ് 2-3 സ്റ്റോറീസിൻ്റെ പേര് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് നോവൽ ഗോദാൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് ബനാറസിൽ ലംഹി എന്ന ഒരു ഗ്രാമം. ലംഹി വളരെ ഫേമസ് ആണ്, ഈ ഒരു പ്രേംചന്ദിൻ്റെ ജനനം കാരണം തന്നെ. അവിടെ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഒരു സ്മാരകമായിട്ടൊരു ലൈബ്രറി ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബനാറസിലെ, ഉത്തർപ്രദേശിലെ ബനാറസിലെ ലംഹി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് പ്രേംചന്ദ് എന്ന ഈ മഹാകഥാകാരൻ ജനിച്ചത്. 1880s കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം ധൻപത് റായ് ആയിരുന്നു. അദ്ദേഹം ഉറുദുവിൽ എഴുതുന്നത് നവാബ് റായുടെ പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്ന് വെച്ചാൽ ഉറുദുവും ഹിന്ദിയും ഒരേപോലെ 2 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നോവൽസ് എഴുതുമായിരുന്നു. വളരെ ടാലൻറ്റഡ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഹിന്ദിയിൽ ഉപയോഗിച്ച പേരാണ് പ്രേംചന്ദ്. അപ്പോൾ അന്നത്തെ കാലഘട്ടം ഓർക്കണം, ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. അവരെ പേടിച്ച് വേണം അന്ന് കഥകളൊക്കെ എഴുതാൻ. ഇദ്ദേഹത്തിൻ്റെ തന്നെ സോജേ വതൻ എന്ന് പറഞ്ഞ ഒരു കഹാനി കളക്ഷൻ, കഷ്ടപ്പെട്ട് ഇദ്ദേഹം പ്രിൻറ്റ് ചെയ്ത കളക്ഷൻ ബ്രിട്ടീഷുകാർ അപ്പാടെ കത്തിച്ചു കളഞ്ഞു. കാരണം അവരതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ എഴുതുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ചൊക്കെയാണ് അന്നത്തെ എഴുത്തുകാർ, സത്യം പറഞ്ഞാൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. പിന്നെ ഇദ്ദേഹം ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയാൻ കാരണം, അന്ന് ഇംഗ്ലീഷിൽ നിന്ന് നോവൽ എന്ന ഒരു സംഭവം ഹിന്ദിയിലേക്ക് വരികയും ആ സമയത്തെ റൈറ്റേഴ്സ് എല്ലാം കൂടുതലും ഈ മാജിക്, പിന്നെ ഡിറ്റക്റ്റീവ്, അങ്ങനത്തെ നോവൽസാണ് എഴുതിയിരുന്നത്. അതിനെ ഹിന്ദിയിൽ യയ്യാരി ഓർ തിലസ്മി എന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് മാറി യഥാർത്ഥ ജീവിതം, യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ കഷ്ടപ്പാട്, മനുഷ്യൻ്റെ വേദന, ചൂഷണം, അവരുടെ ദുഃഖം, കർഷകരുടെ ദുഃഖം, തൊഴിലാളികളുടെ ദുഃഖം, അതൊക്കെ കഥയിൽ പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രേംചന്ദ്. അപ്പോൾ ഈ ഒരു കഥയിൽ ദുഃഖി ചമാർ എന്ന വ്യക്തിയാണ് പ്രധാന കഥാപാത്രം. ചമാർ ഒരു ജാതി പേരാണ്, ഒരു കീഴ് ജാതിക്കാരനാണ്. അയാളുടെ പേരിൽ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഉണ്ട് ദുഃഖി. അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിക്കാരുടെ പേരിൽ തന്നെ അത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഗോബർ, ദുഃഖി, കല്ലു, ഇങ്ങനെ പേരിൽ തന്നെ ഒരു നെഗറ്റീവ് ഇമേജുള്ള പേരുകൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജുരിയ. പിന്നെ
ഒരു പണ്ഡിറ്റ് ഘാസിറാമുണ്ട്, ബ്രാഹ്മണനാണ്. അയാളുടെ പേരാണ് ഘാസിറാം. അയാളുടെ വൈഫ് വരുന്നുണ്ട് പണ്ഡിതായിൻ. പിന്നീട് അതിൽ ഒരു കഥാപാത്രം വരുന്നത് അല്പം നേരത്തേക്കാണെങ്കിലും ഗോണ്ട് എന്ന ഒരു കഥാപാത്രമാണ്. ഗോണ്ട് പേരല്ല, അതും ഒരു ജാതി പേരാണ്. അതും താന്ന ജാതിയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അദ്ദേഹവും ഈ ഒരു കഥയിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. പ്രേംചന്ദ് ജി കാ സർവശ്രേഷ്ഠ ഉപന്യാസ് കാ നാം ക്യാ ഹെ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഥാസമ്രാട്ട് പ്രേംചന്ദ് ജി കാ സർവശ്രേഷ്ഠ ഉപന്യാസ് ഹെ ഗോദാൻ. ഗോദാൻ എന്നാണ് പ്രേംചന്ദ് ജിയുടെ ഫേമസ് നോവലിൻ്റെ പേര്. അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദുഃഖി ചമാർ കി പത്നി കാ നാം ക്യാ ഹെ? വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ഇങ്ങനത്തെയൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഹിന്ദിയിൽ ചോദിക്കുന്നത്. ദുഃഖി ചമാർ കി പത്നി കാ നാം ഝുരിയ ആണ്. ഝുരിയയും ആ കഥയിൽ തുടക്കം മുതൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സദ്ഗതി കഹാനി കെ പണ്ഡിത് കാ നാം ക്യാ ഹെ? ആ ഒരു ബ്രാഹ്മണ പണ്ഡിറ്റ്, ആ കഥയിലെ ഒരു ഖൽനായക് എന്ന ഒരു വില്ലൻ എന്ന രൂപത്തിൽ വരുന്ന ആ പണ്ഡിത്തിൻ്റെ പേരാണ് ഘാസിറാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രേംചന്ദ് കെ കിൻഹി 4 കഹാനിയോ കെ നാം ലിഖിയെ? അറ്റ്ലീസ്റ്റ് 4 സ്റ്റോറീസിൻ്റെ പേര്. അപ്പോൾ പ്രേംചന്ദിൻ്റെ വളരെ ഫേമസ് സ്റ്റോറീസാണ് കഫൻ, പൂസ് കി രാത്, ഈദ്ഗാ, ബഡേ ഘർ കി ബേട്ടി. ഇതെല്ലാം പ്രേംചന്ദിൻ്റെ ഫേമസ് സ്റ്റോറീസാണ്. അപ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, മെമ്മറൈസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്കടി ചീർനെ മേ കോൺ ദുഃഖി കി മദത് കർത്താ ഹെ? അപ്പോൾ ഈ ഘാസിറാമിൻ്റെ വീട്ടിൽ കഥ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഘാസിറാമിൻ്റെ വീട്ടിൽ വലിയ വലിയ തടി കഷ്ണം കോടാലി കൊണ്ട് മുറിക്കാൻ കൊടുക്കും. ദുഃഖി കുറേയേറെ നേരം ആ തടി കീറും. അതിനിടയ്ക്ക് ഗോണ്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പം ലക്കടി ചിർണേമേ ഗോണ്ട് ദുഃഖി കി മദത് കർത്താ ഹെ. ഗോണ്ടിന് അയാളോടൊരു സോഫ്റ്റ് കോർണർ തോന്നും. കാരണം ഗോണ്ട് സ്വയം ഒരു താന്ന ജാതിക്കാരനാണ് എന്ന് മാത്രമല്ല, ദുഃഖിയെ പോലെയല്ല, ഗോണ്ടിൻ്റെ മനസ്സിൽ അല്പം ഒരു ബോധമുണ്ട്. താന്ന ജാതിക്കാരനാണെങ്കിലും ഗോണ്ടിന് അല്പം റെവല്യൂഷണറി മൈൻഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ കഥയിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയലോഗാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു ഡയലോഗ് തന്നിട്ട് ആരോട് പറഞ്ഞു, അല്ലെ ഏത് കഥയിലാണ്, അങ്ങനെ ഒരു ചോദ്യം നാച്ചുറലി എക്സ്പെക്റ്റ് ചെയ്യാം. പച്നെ കോ പച്ച് ജായേഗി, പെഹ്ലെ മിലെ തോ മൂछों पर ताव देकर भोजन किया और आराम से सोए, तुम्हें लकड़ी फाड़ने का हुक्म लगा दिया. ज़मींदार भी कुछ खाने को देता है, हाकिम भी बेगार लेता है तो थोड़ी बहुत मजूरी दे देता है. यह उनसे भी बढ़ गए, उस पर धर्मात्मा बनते हैं. यह कथन किस रचना से है और वक्ता कौन है? നമ്മൾ സന്ദർഭം ഓർക്കണം അല്ലേ. ഗോണ്ട് പറയാണ്, നിനക്ക് കഴിക്കാൻ വല്ലതും തന്നോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ദുഃഖി പറയാണ്, അയ്യോ ബ്രാഹ്മണൻ്റെ വീട്ടിൽ എങ്ങനെയാണ്, എനിക്ക് ദഹിക്കത്തില്ല. പച്ചന മീൻസ് ദഹിക്കുക. അപ്പോൾ ഗോണ്ട് പറയുന്ന മറുപടിയാണ് പച്നേക്കോ പജ്ജായികി, ദഹിക്കാതിരിക്കുമൊന്നുമല്ല, നമുക്കും അവരുടെ റൊട്ടിയൊക്കെ ദഹിക്കും. പക്ഷേ ആദ്യം മിലേത്തോ, പെഹലെ മിലേത്തോ, ആദ്യം അവർ തന്നാലല്ലേ അവരുടെ റൊട്ടി നമുക്ക് ദഹിക്കുകയോ ഇല്ലയോ എന്നറിയാൻ പറ്റുന്നത്. മൂछों पर ताव देकर भोजन किया और आराम से सोए. സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ച് വിശാലമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും. തുമേ ലക്കടി ഫാഡ്നേക്കാ ഹുക്കും ലഗാദിയ. എന്നിട്ട് പാവപ്പെട്ടവനായതുകൊണ്ട് നിനക്ക് ഈ ജോലി ഏൽപ്പിച്ചിട്ട് അങ്ങേര് ഭക്ഷണവും കഴിച്ച്. ആരെപ്പറ്റി പറയാണ്? പണ്ഡിറ്റ് ഘാസിറാമിനെ പറ്റി. ജമീന്ദാർ ഭി കുച്ച് ഖാനെ കോ ദേത്താ ഹെ. ജമീന്ദാർ, ഭൂവുടമ. അപ്പം അന്നത്തെ കാലത്ത് കർഷകരെ ചൂഷണം ചെയ്യുന്ന വേറൊരു കാറ്റഗറി ആയിരുന്നു ഭൂവുടമകൾ, ജമീന്ദാർ. പക്ഷേ അവർ പോലും അല്പം ദയവുണ്ട്, ഈ പണ്ഡിതരെക്കാളും ഭേദമാണ്. അവർ പോലും ഭക്ഷണമെങ്കിലും കൊടുക്കും. അവരും ഒരുപാട് ജോലി ചെയ്യിപ്പിക്കും. കൂലി കുറച്ചേ കൊടുക്കുള്ളൂ, ചിലപ്പം കൊടുക്കില്ല, പക്ഷേ ഭക്ഷണം കൊടുക്കും. ഹാക്കിം ബി ബേഗാർ ലേത്താ ഹെ തോ തോടി ബഹുത് മജൂരി ദേ ദേത്താ ഹെ. അതുപോലെ ഹാക്കിം, ഈ ഹാക്കിമും അതുപോലാണ്. കൂലി തരത്തില്ലെങ്കിലും പകരം അയാളുടെ തൊഴിൽ, അയാളുടെ ആ ഒരു സേവനമെങ്കിലും നമുക്ക് തരും. യഹ ഉൻസെ ഭി ബഡ് ഗയേ ഉസ് പർ ധർമാത്മാ ബൻതേ ഹെ. ഇപ്പം ഇങ്ങേര് ജമീന്ദാറിനേക്കാളും ഒരുപടി മുന്നോട്ടാണല്ലോ പെരുമാറുന്നത്. എന്നിട്ട് ധർമാത്മാ ആണെന്നും പറഞ്ഞ് ഇരിക്കുക പോലും. അപ്പോൾ ഇത് ആരോട് പറഞ്ഞതാണ്? ഏത് രചനയിലെയാണ്? യഹ കഥൻ കഥാസമ്രാട്ട് പ്രേംചന്ദ് ജി കി രചന സദ്ഗതി സെ ഹെ ഓർ കഥൻ ഗോണ്ട് കാ ഹെ. ആരോട് പറയാണ്? ദുഃഖി ചമാറിനോട് പറയാണ്. നെക്സ്റ്റ് ഒരു ഡയലോഗ്.
उठा ले कुल्हाड़ी और लकड़ी फाड़ डाल, तुझसे जरा सी लकड़ी नहीं फटती, फिर साइत भी वैसे ही निकलेगी, मुझे दोष मत देना। इसी से कहा है कि नीच के घर में खाने को हुआ और उसकी आंखें बदली। यह कथन कौन किससे कह रहा है? അപ്പം നോക്കിയേ, ഉച്ച വരെ കഷ്ടപ്പെട്ട് ഭക്ഷണവും കഴിക്കാതെ ഈ ദുഃഖി വിറക് കീറിയിട്ട് അവസാനം അല്പം ക്ഷീണിച്ച് അല്പം റെസ്റ്റ് ചെയ്യാനൊന്നിരിക്കുമ്പോഴാണ് പണ്ഡിറ്റ് ഘാസിറാം ആ കാഴ്ച കാണുന്നത്. അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അങ്ങനെ അയാൾ ഒന്നുകൂടെ ഷൗട്ട് ചെയ്തിട്ട് അയാൾ എന്താ പറയുന്നത്? ഉഠാലേ കുൽഹാടി ഓർ ലക്ഡി ഫാഡ് ഡാൽ, എടുക്ക്, കോടാലി എടുക്ക്, എന്നിട്ട് പെട്ടെന്ന് ഇത് കീറ്. തുജ്സെ ജറാസി ലക്ഡി നെഹി ഫട്തി, അയ്യോ അല്പം ഒരു വിറകല്ലേ കീറാൻ പറഞ്ഞു, നിന്നെക്കൊണ്ട് അതും പറ്റൂലേ. ഫിർ സായിത്ത് ഭി വൈസെ ഹി നിക്ലേഗി, മുझे ദോഷ് മത് ദേന, നീ ഇങ്ങനെയാ എനിക്ക് ജോലി ചെയ്ത് തരുന്നെങ്കിൽ നിൻ്റെ മകളുടെ സായിത്ത്, നിൻ്റെ മകളുടെ ആ ഒരു മുഹൂർത്തം ഞാൻ കണ്ടെത്തുന്നതുണ്ടല്ലോ, അതിലും ദോഷം കാണും. പിന്നെ നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ. इसी से कहा है कि नीच के घर में खाने को हुआ और उसकी आँखें बदली. ഇതുകൊണ്ടാണ് പറയുന്നത്, ഈ താന്ന ജാതിക്കാർക്ക് അല്പം ഒന്ന് ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കങ്ങ് ഗമയാണ്, അവർക്ക് ജോലി ചെയ്യാൻ വയ്യ. യഹ കഥൻ കോൻ കിസ്സെ കഹ രഹാ ഹെ? യഹ കഥൻ पंडित घासीराम का है. वे दुखी चमार को लकड़ी चीरने के लिए उकसाते हुए कह रहे हैं. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യാനേ. ഞാൻ ആൻസർ തരുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ചമാർ ഥാ സസുര കി നഹി, ഖാദ്യ ഖാദ്യ കിസി കാ വിചാർ ഹേ ഇൻ സബോം കോ. നോക്കൂ, ഇതാരോട് പറഞ്ഞതാണ്? ദുഃഖി മരിച്ചു കിടക്കുന്നു, സന്ധ്യ ആകുമ്പോഴത്തേക്കിന് അതിൽ കൂടെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അപ്പം പണ്ഡിത്തായിൻ പറയും, ഇപ്പോഴേ അങ്ങ് ദുർഗന്ധം വന്നു തുടങ്ങി. സാധാരണ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അല്പസമയം കഴിഞ്ഞിട്ടാണ് ദുർഗന്ധം വരുന്നത്. അപ്പോൾ പണ്ഡിത്തായിൻ പറയും, നാശെന്താ, ഈ ശവത്തിൽ നിന്ന് ഇപ്പോഴേ ദുർഗന്ധം വന്നു തുടങ്ങി. അപ്പോൾ പണ്ഡിത്ത് പറയുന്ന മറുപടിയാണ്, ചമാർ ഥാ സസുറാക്കി നെയ്യ്, ഓ താണജാതിക്കാരൻ ചമാറല്ലേ മരിച്ചത്, അവന് ഖാദ്യ കിസി കാ വിചാർ ഹേ, ഇവർക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട ഇതിനെപ്പറ്റി വല്ല ബോധമുണ്ടോ? പ്രത്യേകിച്ചും ബ്രാഹ്മിൺസ് വെജിറ്റേറിയൻസാണ്. ഈ ചമാറാണെങ്കിൽ പന്നി, ഇറച്ചി ഇതെല്ലാം കഴിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട അങ്ങനെ ഒരു ബോധവും ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശവത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ദുർഗന്ധം വരുന്നു. നെക്സ്റ്റ് ഒരു ഡയലോഗ്. റോനെ ദോ ചുടേലോം കോ, കബ് തക് റോയെങ്കി, ജീത്താ ഥാ തോ കോയി ബാത് ന പൂछता था, മർ ഗയാ तो കോലാഹൽ മച്ചാനെ കെ ലിയെ സബ് ആ പहुंची. ഇതും പണ്ഡിത്ത് പറയുന്ന ഒരു ഡയലോഗാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും. പണ്ഡിത്തായിൻ പറയാണ്, നോക്കി എല്ലാണോ വന്ന് കിടന്ന് നിലവിളിക്കുന്നു, ചമാറിനെ എല്ലാം ഓടി വന്ന് നിലവിളിക്കും, ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ അവരുടെ ആ ഒരു കരച്ചിൽ, വലിയ വായിൽ നിലവിളിക്കുന്നത് കാരണം അവരുടെ മുറ്റത്താണ് ഈ ശവം കിടക്കുന്നതും അവിടെയാണ് ഈ ബഹളമൊക്കെ ഉണ്ടാകുന്നതും. അപ്പോൾ ഈ ചുടേലുകൾ, ഈ പിശാചുകൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഇവിടെ വന്ന് നിലവിളിക്കുന്നത്, തൊണ്ട കീറി നിലവിളിക്കുന്നത് എന്തിനാന്ന് പണ്ഡിത്തായിൻ പറയുമ്പം പണ്ഡിറ്റ് ഘാസിറാം പറയുന്നതാണ്, റോനെ ദോ ചുടേലോങ്കോ, പിശാചുകൾ കിടന്ന് കരയട്ടെ. കബ് തക് റോയെങ്കി, എത്ര നേരം കരയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ജീത്താ ഥാ തോ കോയി ബാത് ന പൂछता था, ജീവനോടെ ഇരിക്കുമ്പം ഇവൻ കഴിച്ചോ, ഇവന് വല്ലതും ഉണ്ടോ, ഇവൻ്റെ കാര്യങ്ങളൊന്നും ഇവൾമാരാരും അന്വേഷിച്ചില്ല. മർ ഗയാ തോ കോലാഹൽ മച്ചാനെ കെ ലിയെ സബ് ആ പहुंची, ഇപ്പം ചത്തു കഴിഞ്ഞപ്പം ബഹളം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാണും കൂടെ കൂടും പറക്കി ഇറങ്ങി വന്നിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദുഃഖി കോ പണ്ഡിറ്റ് ഘാസിറാം കെ യഹാ ക്യാ ക്യാ കർണ പഡ്താ ഹെ? അപ്പോൾ ദുഃഖി പണ്ഡിറ്റ് ഘാസിറാമിൻ്റെ വീട്ടിൽ, അപ്പോൾ ഇത് വൺ വേർഡ് ആൻസർ അല്ല, അല്പം കൂടെ വിശാലമായിട്ടൊരു 2 മാർക്സ് ആൻസറാണ്. ദുഃഖി കോ പണ്ഡിറ്റ് ഘാസിറാം കെ യഹാ ക്യാ ക്യാ കർണ പഡ്താ ഹെ? ദുഃഖിക്ക് പണ്ഡിറ്റ് ഘാസിറാമിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ വേലകളാണ് ചെയ്യേണ്ടി വന്നത്? പണ്ഡിറ്റ് ഘാസിറാം കെ ഹുക്കും കെ അനുസാർ दुखी सारा दिन उनके यहाँ काम करता है, द्वार पर झाड़ू लगाता है, बैठक को गोबर से लीपता है और सबसे मुश्किल काम था लकड़ी चीरना. അപ്പോൾ ഈ ദുഃഖി അതിരാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ പണ്ഡിറ്റ് ഘാസിറാമിൻ്റെ വീട്ടിൽ പോകുന്നത് എന്തിനാണ്? പണ്ഡിറ്റ് എവിടുന്നെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റൂല. അതുകൊണ്ട് അതിരാവിലെ അദ്ദേഹത്തിനെ ഓടിപ്പോയി വിളിച്ചുകൊണ്ട് വരാനാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം
घासीराम के हुक्म के अनुसार उसे क्या क्या काम करना पड़ता है? उसे द्वार पर झाड़ू लगाना पड़ता है. ആദ്യം അവിടെ എല്ലാം മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ആക്കാൻ പറയും. പിന്നെ बैठक गोबर से लीपता है. പിന്നെ അവരുടെ ആ വരാന്ത പോലത്തെ സ്ഥലത്ത് ഈ ചാണകം മെരുകി തേക്കും. और सबसे मुश्किल काम था लकड़ी चीरना. मोटी मोटी गांठ वाली लकड़ी थी और सुबह से भूखा दुखी को കുൽഹാടി ചലാനേക്ക അഭ്യാസ് ബിന ഥ. ഏറ്റവും കഷ്ടപ്പെട്ട ജോലി എന്തായിരുന്നു? ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്തായിരുന്നു? ഈ വലിയ വലിയ തടി കഷ്ണങ്ങൾ കോടാലി കൊണ്ട് പൊളന്ന് മുറിച്ചിടുക എന്നത്. മാത്രമല്ല ഈ ചമാർ ദുഃഖിക്ക് ഈ കോടാലി പിടിച്ചുള്ള പരിപാടി അറിയില്ലായിരുന്നു. അതിനുള്ള ആരോഗ്യവും ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഘാസിറാം ദുഃഖി കി ലാഷ് കാ ठिकाना कैसे करता है? ഘാസിറാം എങ്ങനെയാണ് ദുഃഖിയുടെ ഡെഡ് ബോഡീനെ ഒരു പരുവത്തിൽ എത്തിച്ചത്? ठिकाना लगाना വെച്ചാൽ എങ്ങനെയാണ് അതിനൊരു ഏർപ്പാട് ആക്കിയത്? ദുഃഖി ചമാർ की लाश पूरी रात पंडित घासीराम के द्वार पर पड़ा रहता है. രാത്രി മുഴുവനും ഈ ദുഃഖിയുടെ ഡെഡ് ബോഡി അവിടെ തന്നെ കിടക്കും, ആരും കൊണ്ടുപോകാൻ വരത്തില്ല. आधी रात तक चमारिनों का रोना पीटना जारी रहा लेकिन कोई चमार लाश उठाने नहीं आया. പാതിരാത്രി വരെ ഈ ചമാറിനെ സ്ത്രീകൾ കിടന്ന് നിലവിളിച്ചു, പക്ഷേ പുരുഷന്മാരാരും ആ കൂട്ടത്തിൽ നിന്ന് ഈ ബോഡി കൊണ്ടുപോകാൻ വന്നില്ല. लाश से दुर्गंध उठने लगी. सवेरे होने पर भी जब कोई चमार दुखी के लाश को उठाने नहीं आया तो पंडित घासीराम ने एक रस्सी निकाल कर उसका फंदा बनाकर मुर्दे के पैर में डाला और उसे घसीट कर गांव के बाहर ले गए. രാത്രി മുഴുവനും കാത്ത് ആരെങ്കിലും വന്ന് ബോഡി കൊണ്ടുപോകുന്ന, ആരും കൊണ്ടുപോയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് പണ്ഡിറ്റ് ഘാസിറാം എന്താണ് ചെയ്തത്? ദുഃഖി കെ ലാഷ് പർ റസ്സി ബാന്തി, കാലുകളിൽ കയറ് കെട്ടി ദാ ഇതുപോലെ വലിച്ചുകൊണ്ട് അങ്ങ് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് മാറി അങ്ങ് കൃഷി സ്ഥലത്ത് എവിടെയോ കൊണ്ടങ്ങ് ഇട്ട്. ഘസീട്ട് കർ, ഈ മൃഗങ്ങളെയൊക്കെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഘസീട്ട് കർ ഗാവ് സെ ബാഹർ ലേ ഗए. इस प्रकार पंडित घासीराम ने दुखी के लाश का ठिकाना किया. ഇങ്ങനെയാണ് പണ്ഡിറ്റ് ഘാസിറാം ദുഃഖിയുടെ ആ ഒരു ബോഡീനെ ഒരു പരുവത്തിൽ അവിടം വരെ എത്തിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി അല്പം വിശാലമായിട്ട് എഴുതേണ്ട ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പണ്ഡിറ്റ് ജി ദുഃഖി കെ സാത്ത് कैसा व्यवहार करता है? പണ്ഡിറ്റ് ഘാസിറാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ദുഃഖിയോട്? दुखी अपनी बेटी की सगाई के लिए साइद सगुन निकलवाने के लिए पंडित घासीराम के यहाँ आया था. नजराने के लिए घास की एक गठरी ले जाता है और बड़ी श्रद्धापूर्वक पंडित जी से अपने घर पधारने की विनती करता है. അപ്പോൾ ഈ ദുഃഖി തൻ്റെ മകളുടെ സഗായിക്കൊരു, തൻ്റെ മകളുടെ എൻഗേജ്മെൻറ്റിന് ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയാണ് പണ്ഡിത്തിൻ്റെ അടുത്ത് പോയത്. എന്നിട്ട് അയാൾ പോകുമ്പം നസ്രാനെ കെ ലിയെ ഘാസ് കി എക് ഗഠറി ലേ ജാത്താ ഹെ. വെറും കൈയോടെ പോയാൽ ദുഃഖിക്കറിയാം പണ്ഡിത്തിന് അത് കാണുമ്പോഴേ ദേഷ്യം വരുമെന്ന്. അതുകൊണ്ട് ഒരു കെട്ട് പുല്ലുമായിട്ടാണ് പോയത്, സോ ദാറ്റ് പണ്ഡിത്തിൻ്റെ വീട്ടിലെ പശുക്കൾക്ക് ഭക്ഷണമാകും. ലേക്കിൻ പണ്ഡിറ്റ് ഘാസിറാം ഷാം തക്കി അപ്നി വ്യസ്തത ജാഹിർ കർത്താ ഹെ. അപ്പോൾ പണ്ഡിത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു? അയാൾ ഫ്രീ ആയിരുന്നു, അയാൾക്ക് ഒരു ജോലിയില്ലായിരുന്നു. പക്ഷേ മനഃപൂർവ്വം അയാൾ എന്ത് പറയും? മേ ഷാം തക് വ്യസ്ത ഹും, ഞാൻ വളരെ ബിസിയാണ്, വൈകിട്ട് വരെ എനിക്ക് നല്ല ജോലിയുണ്ട്. और पूरा दिन अपने घर ദുഃഖി സെ കാം കർവാത്താ ഹെ. എന്നിട്ട് ആ ദിവസം മുഴുവനും ദുഃഖിയെ കൊണ്ട് ഒരു ഇരയെ കിട്ടിയതാണ്. അപ്പോൾ ആ ഇരയെ കൊണ്ട് മാക്സിമം മുതലെടുക്കുക എന്നതാണ് പണ്ഡിത്തിൻ്റെ ഐഡിയ. അപ്പോൾ അയാൾ ഫ്രീ ആയിരുന്നെങ്കിലും, അയാൾക്കൊരു ജോലി ഇല്ലായിരുന്നെങ്കിലും അയാൾ പൊടുന്നനെ ദുഃഖിയുടെ വീട്ടിൽ പോകത്തില്ല. അയാൾ എന്ത് ചെയ്യും? എനിക്ക് ബിസിയാണെന്ന് പറയും, എന്നിട്ട് ദുഃഖിയെ കൊണ്ട് ഉള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. अपने द्वार पर झाड़ू लगवाता है, बैठक को गोबर से लिपवाता है और मोटी मोटी लकड़ी को चीरने का काम सौंपता है. എന്തൊക്കെ ചെയ്യിപ്പിക്കും? വീട് വൃത്തിയാക്കിക്കും, ചാണകം കൊണ്ട് മുറ്റം മെരുക്കിക്കും, അതുപോലെ വലിയ തടി കഷ്ണങ്ങൾ കീറാൻ പറയും. सुबह से भूखा दुखी को इतना सारा काम सौंपने के बावजूद खाने को कुछ देता भी नहीं. ഒന്നും ഭക്ഷണവും കൊടുക്കില്ല. അപ്പോൾ രാവിലെ തൊട്ട് വിശന്ന ദുഃഖി ഈ വീട്ടിൽ ജോലി ചെയ്തിട്ടും ഒരു ഭക്ഷണവും കൊടുക്കുന്നു, കൂലിയോ കൊടുക്കുന്നില്ല, ഭക്ഷണവും കൊടുത്തില്ല. और तो और चिलम जलाने के लिए जब आग मांगता है तो पंडिताइन बहुत भला बुरा कहती है
और दुखी की तरफ अवज्ञा से जब आग फेंकती है तो आग की एक बड़ी सी चिंगारी दुखी के सिर पर पड़ती है. എന്തിനധികം പറയുന്നു, അല്പം തീ, അയാൾക്ക് ആ ചിലം വലിക്കാൻ അല്പം തീ വേണമായിരുന്നു. ഈ അല്പം തീ കൊടുക്കുന്നതിൽ ആർക്കും ഒരു നഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ദാഹജലവും അഗ്നിയും ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച്. എന്നിട്ട് ആ ഒരു തീ ചോദിച്ചതിന് ഈ പണ്ഡിത്തായിന് എന്ത് ചെയ്യും, എന്തൊക്കെയോ പിറുപിറുത്തിട്ട് ദേഷ്യപ്പെട്ടിട്ട് മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുമ്പോൾ അതിനൊരു വലിയൊരു സ്പാർക്ക് വന്ന് ദുഃഖിയുടെ തലയിലേക്ക് തന്നെ വന്ന് കൊള്ളും. और अंत में दिन भर लकड़ी चीरते चीरते भूख से पीड़ित कमज़ोर दुखी मर जाता है और कोई चमार उसकी लाश उठाने नहीं आता. അവസാനം ഭക്ഷണം കഴിക്കാതെ വിശന്ന് പകൽ മുഴുവനും ജോലി ചെയ്ത് ദുഃഖി അവിടെ തന്നെ മരിച്ച് വീഴുകയാണ്. ബോഡി കൊണ്ടുപോകാൻ ആരും വരത്തില്ല. और तब पंडित दुखी के लाश को रस्सी से बांधकर घसीटते हुए गांव के बाहर खेतों में छोड़ आते हैं, जहां गिद्ध कुत्ते और कौवे उसे नोच डालते हैं. ഈ ബോഡി വലിച്ചു കൊണ്ടുപോയി ദൂരെ കൃഷി സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യും. എന്നിട്ട് അവിടെ എന്തൊക്കെ വരും, ഗിദ്ദ്, ഈ വലിയ വലിയ വൾച്ചേഴ്സ്, ഈ മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളും നായ്ക്കളും കാക്കയും ഇതെല്ലാം വന്ന് പിച്ചി മാന്തി തിന്നും. ഇസ് പ്രകാർ പണ്ഡിറ്റ് ദുഃഖി കെ സാത്ത് ബഹുത് ബുരാ വ്യവഹാർ കർത്താ ഹെ. ഇങ്ങനെയൊക്കെയാണ് ദുഃഖിയോടുള്ള പണ്ഡിത്തിൻ്റെ പെരുമാറ്റം. കേസാ വ്യവഹാർ ഥാ, ബഹുത് ബുരാ വ്യവഹാർ ഥാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. സദ്ഗതി കഹാനിക്ക് ശീർഷക് കി സാർത്ഥക്ത സംജായിയെ. ഈ സദ്ഗതി എന്ന ഈ സ്റ്റോറിയുടെ ഈ ടൈറ്റിൽ അതെത്രമാത്രം സാർത്ഥക്കാണ്. സാർത്ഥക് മീൻസ് നത്തിങ് എൽസ് ബട്ട് മീനിങ് ഫുൾ. എത്രമാത്രം മീനിങ് ഫുള്ളാണ് ഈ സദ്ഗതി എന്നുള്ളൊരു വേർഡ്. हिंदू धर्म के दायरे में यह मान्यता है कि जो आदमी इस लोक का जीवन भक्ति, सेवा और निष्ठापूर्वक व्यतीत करता है, उसका अंतिम संस्कार अच्छी तरह होता है और उसे मरणोपरांत സദ്ഗതി മിൽത്തി ഹെ. അപ്പോൾ ഹിന്ദു വേ ഓഫ് ലിവിങ്ങിൽ, നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ നമുക്കൊരു പുനർജന്മത്തെ പറ്റി നമ്മൾ വറീഡാണ്. നമുക്ക് ചിന്ത എന്താണ്, പുനർജന്മം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ലോകത്ത് നമ്മളെ ഈ ഒരു ജന്മം നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭക്തിയോടുകൂടിയും സേവാഭാവത്തോടുകൂടിയും വളരെ നല്ലൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തിം സംസ്കാർ, നമ്മുടെ ആ മരണോപരാന്ത്, മരണത്തിന് ശേഷമുള്ള ചടങ്ങുകളൊക്കെ നന്നായി നടക്കും. അപ്പം നമുക്ക് സദ്ഗതി കിട്ടും, അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ല ഗതി കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നു. സദ്ഗതി തഭി ഹോഗി ജബ് ധാർമ്മിക് അനുഷ്ഠാനോ സഹിത് അന്തിം സംസ്കാർ ഹോഗ. ആ സദ്ഗതി കിട്ടണമെങ്കിൽ ധാർമ്മിക് അനുഷ്ഠാൻ, നമ്മുടെ ഒരു റിലീജിയസ് കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കണം. ലേക്കിൻ കഹാനി മേ ലോക് മാന്യതാക്ക് ठीक വിപരീത് होता है. പക്ഷേ ഈ സ്റ്റോറിയിൽ പർപ്പസ്ഫുള്ളി പ്രേംചന്ദ് ആ ഒരു കോൺസെപ്റ്റിന് നേരെ എതിരെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. ദുഃഖി ചമാർ जीवन पर्यंत भक्ति, सेवा और निष्ठा का पालन करता रहा, लेकिन उसका अंतिम संस्कार नहीं होता. ഈ ദുഃഖി ചമാറിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട് സ്റ്റോറിയിൽ. ഈ ബ്രാഹ്മൺ സമുദായത്തെ പറ്റി വളരെ റെസ്പെക്റ്റാണ്. പിന്നെ അയാൾ വളരെ ഭക്തിയോടെയുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്, വളരെ നിഷ്ഠാപൂർവക്, വളരെ അനുസരണയുള്ളൊരു ജീവിതമാണ് നയിച്ചത്. പക്ഷേ ये सब पालन करता है लेकिन उसका अंतिम संस्कार नहीं होता. खेत में पड़ी उसकी लाश को गिद्ध, कुत्ते और कौवे नोच डालते हैं. ആ കൃഷിസ്ഥലത്ത് അനാഥമായി കിടന്ന് അവൻ്റെ ശരീരം അവസാനം അനാഥമായിട്ട് രാത്രി മുഴുവനും കിടന്ന് ദുർഗന്ധം വമിച്ച് പകലായപ്പം മൃഗങ്ങളെല്ലാം കൊത്തിക്കീറുകയായിരുന്നു. ലാഷ് സേ ഉടുത്തി ദുർഗന്ധ് ജറൂർ ദൂസറോം കോ പരേഷാൻ കർ ഗയി. അപ്പം അങ്ങനെ മാംസം ഇങ്ങനെ ചീഞ്ഞ് നാറുമ്പോൾ നാച്ചുറലി ബാക്കിയുള്ളവർക്കും ആ ഒരു ദുർഗന്ധം ബുദ്ധിമുട്ട് ഉളവാക്കി. ഫിർ ഭല ഉസേ സദ്ഗതി കേസേ മിലേഗി. അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ അടുത്ത ജന്മത്തിൽ സദ്ഗതി കിട്ടും, നല്ല ഗതി എങ്ങനെ കിട്ടും? या फिर क्या दुखी की सद्गति इस बात में निहित है कि एक कर्मकांडी ब्राह्मण उसकी लाश को ठिकाने लगाता है. അതോ ഇനിയും പ്രേംചന്ദ് ഇതാണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്, എന്തൊക്കെയായിരുന്നാലും ഒരു ബ്രാഹ്മണാണ്, ഒരു വേദങ്ങൾ പഠിച്ച ഒരു ബ്രാഹ്മണാണ്
കയറുകൊണ്ട് വലിച്ചിട്ടാണെങ്കിൽ കൂടി ദുഃഖിയുടെ ബോഡീനെ ഒരു വശത്ത് കൊണ്ടിട്ടത്. അപ്പോൾ അതിൽ നിന്ന് അയാൾക്ക് സദ്ഗതി കിട്ടുമോ എന്നാണോ ഈ സ്റ്റോറിയുടെ ഒരു വ്യംഗ്യാർത്ഥം? അങ്ങനെയാണോ പ്രേംചന്ദ് ഉദ്ദേശിക്കുന്നത്? ദുഃഖി की संपूर्ण जिंदगी दुर्गति से गुजरा और वही दुर्गति मृत्यु के उपरांत भी उससे जुड़ी रही. സത്യം പറഞ്ഞാൽ ദുഃഖിയുടെ ഹോൾ ലൈഫ് ദുർഗതിയായിരുന്നു. ഈ ജന്മത്തിലും ദുർഗതിയായിരുന്നു, അടുത്ത ജന്മത്തിലും അയാൾക്ക് ദുർഗതി തന്നെയായിരുന്നു. സദ്ഗതി കിട്ടിയില്ല, അയാളുടെ ഗതി അധോഗതിയായിരുന്നു. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ കേരള യൂണിവേഴ്സിറ്റിയിൽ 15 മാർക്സ് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് പ്രിറ്റി മച്ച്, നല്ലപോലെ എഴുതണം. सदगति कहानी का सारांश लिखिए. कथा सम्राट प्रेमचंद जी द्वारा रचित सदगति एक बहुत ही दर्दनाक कहानी है, जिसमें भारतीय समाज में प्रचलित जाति व्यवस्था और उससे उत्पन्न सामाजिक अराजकता को प्रदर्शित किया गया है. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഒരു വളരെ ഭീകരമായ ഒരു സത്യമാണ് സദ്ഗതി എന്ന സ്റ്റോറിയിലൂടെ പ്രേംചന്ദ് വെളിപ്പെടുത്തുന്നത്. കഹാനി के प्रारंभ में प्रेमचंद जी हमारा परिचय दुखी नाम के एक चमार से कराते हैं. दुखी अपने कामों में व्यस्त है और उसकी पत्नी झुरिया भी घर का कामकाज निपटा रही है. ആ സ്റ്റോറിയുടെ ബിഗിനിങ് അങ്ങനെയാണ് അല്ലേ? ചമാറും ദുഃഖി ചമാറും വൈഫ് ജുരിയായും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ബിസിയാണ്. എന്താണ് കാര്യം ചെയ്യുന്നത്? ഉनकी बातचीत से पता चलता है कि दुखी अपनी बेटी का विवाह तय कर चुका है और वह पंडित जी को बुलाने में सकुचा रहा है, परंतु पंडित जी का आना बहुत महत्वपूर्ण है താക്കി വേ വിവാഹ കെ ലിയെ സായിത്ത് നിക്കാൽ സക്കെ. അപ്പോൾ അവരുടെ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അവർ പണ്ഡിറ്റ്ജിയെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവർക്ക് പണ്ഡിറ്റ്ജി വരുന്നതിൽ വളരെ ടെൻഷനുണ്ട്. കാരണം ബ്രാഹ്മണനാണ്, ഹൈകാസ്റ്റാണ്, ഇവരുടെ കസേരയിൽ ഇരിക്കില്ല, ഇവർ തൊട്ടത് അയാൾ തൊടൂല. പക്ഷേ അയാൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുകയും വേണം. അയാൾ വന്നാലേ ഇവരുടെ മകളുടെ വിവാഹത്തിനൊരു മുഹൂർത്തം ഗണിച്ച് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. संकोच उन्हें इस बात का है कि वे नीची जात के लोग हैं और पंडित जी ठहरे बड़े पवित्र ब्राह्मण. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം അവർ താന്ന ജാതിക്കാരും പണ്ഡിറ്റ് ജി പവിത്ര ബ്രാഹ്മൺ. വേ ഉൺകാ ഛുവാ കുച്ച് ബി ഛൂ നഹീ സക്തേ. അവർ തൊട്ടത് ഒന്നും ബ്രാഹ്മൺ തൊടത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ദുഃഖി पंडित जी को निमंत्रण देने खाली पेट निकल तो जाता है, परंतु उसे क्या पता था कि साइद के लिए उसे अपनी जान ही गंवानी पड़ेगी. അപ്പോൾ അതിരാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ പണ്ഡിത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ദുഃഖി പോകും. പക്ഷേ അത് അവൻ്റെ അവസാനത്തെ ദിവസമാണ് ജീവിതത്തിലെ. ഈ ഒരു പോക്ക് അവസാനത്തെ പോക്കാണെന്ന് ദുഃഖി പോലും അറിഞ്ഞില്ല. पंडित जी उससे इतना कठोर परिश्रम करवाते हैं कि कड़ी धूप में बिना भोजन और पानी के वह दम तोड़ देता है और बिटिया की शादी करवाए बिना ही परलोक सिधार जाता है. ആ തീഷ്ണമായ വെയിൽ, ഭക്ഷണവും വെള്ളവും കിട്ടാതെ, കഴിക്കാതെയും കുടിക്കാതെയും കണ്ടിന്യൂസ് ജോലി ചെയ്ത് ദുഃഖി അവിടെ തന്നെ വീണ് മരിക്കുകയായിരുന്നു. इसलिए इस कहानी को सदगति नाम दिया गया है, क्योंकि पूरे दिन के पश्चात दुखी को अपने सामाजिक उत्तरदायित्वों से मुक्ति मिल जाती है, परंतु हम सोच भी नहीं सकते कि उसके परिवार पर एक दिन के अनावश्यक श्रम क्या कहर ढा गया. ഒറ്റ ദിവസത്തെ അനാവശ്യമായ ആ ഒരു ജോലി ചെയ്യൽ, തന്നെ കൊണ്ടാവാത്ത കഷ്ടപ്പെട്ട ജോലി ചെയ്തത് അവർക്കൊരു ഗ്രഹനാഥനെയാണ് നഷ്ടപ്പെട്ടത്. इस कहानी में हमें समाज और उसकी निर्दयता का बोध होता है. दुखी ने अपनी बेटी के विवाह के शुभ अवसर पर ही अपनी जान गंवा दी. जब दुखी पंडित जी के घर जाता है तो घास काट कर भेंट के तौर पर ले जाता है. दुख की बात तो ये है कि उस दरिद्र व्यक्ति के उपहार से पंडित जी के गायों को तो खाना नसीब हो गया, किंतु उस मनुष्य को खाने का एक दाना भी नहीं प्राप्त हुआ. അപ്പോൾ അതിനെ ആ ഒരു വിരോധാഭാസം നോക്കണേ. ദുഃഖി കാഴ്ചവെപ്പായിട്ട് കൊണ്ടുപോയത് എന്താണ്? ഒരു കെട്ട് പുല്ലാണ്. ആ പുല്ലുകൊണ്ട് പണ്ഡിത്തിൻ്റെ വീട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണമായി. പക്ഷേ അവരുടെ വീട്ടിൽ ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ദുഃഖിക്ക് ഭക്ഷണം കിട്ടിയില്ല. അയാൾ മരിക്കുകയും ചെയ്തു. खाना तो दूर की बात है, जब वह पंडिताइन से आग मांगने गया तब उसे पंडिताइन ने बहुत खरी खोटी सुनाई और उसे जला भी दिया. आग तो मुफ्त का होता है,
ആഗ് ഹവ ജൽ ये चीज़ें किसी जात के लिए नहीं बनी है. ഈ വക കാര്യങ്ങൾ നമ്മൾക്ക് അഗ്നി അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ ജലം ഇതൊക്കെ ഒരു ജാതിക്ക് പ്രത്യേക, ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അപ്പം അതുപോലും കിട്ടിയില്ല. परंतु आज भी कुछ गांवों में दलितों को ऊंचे तबके के लोगों के कुएं से പാനി നഹി നസീബ് ഹെ. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വേരൂർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും ദാഹജലം പോലും പല ദളിത് കുടുംബങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ഗ്രാമങ്ങളിൽ. पंडित जी दुखी को धुतकार कर कहते हैं कि आज उन्हें छुट्टी नहीं, परंतु वे सोते और आराम करते हुए ही नज़र आते हैं. എനിക്ക് ഭയങ്കര ബിസിയാണെന്നൊക്കെ പണ്ഡിറ്റ്ജി കള്ളം പറഞ്ഞിട്ട് അയാൾ അവിടെ ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് റെസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കഥയിൽ കണ്ടത്. इससे साफ पता चलता है कि पंडित जी सिर्फ अपने पद का फ़ायदा उठा रहे थे और अपना उल्लू सीधा करना चाहते थे. അതിൽ നിന്ന് ക്ലിയർ ആവുന്ന എന്താണ്? ഈ ഒരു പണ്ഡിറ്റ് ബ്രാഹ്മൺ അയാളുടെ ആ ഒരു പൊസിഷൻ മിസ്യൂസ് ചെയ്യാണ്. दुखी उन्हें मजदूरी मुफ्त में दे रहा था, जबकि उन्हें उसी मजदूरी के लिए 4 आने खर्च करने पड़ते. അപ്പോൾ ഈ ഒരാളെ നിർത്തി വിറക് കീറുകയാണെങ്കിൽ 4 അണ കൊടുക്കേണ്ടി വരും. അത് ഫ്രീക്ക് ചെയ്തു തരുന്നതായിരുന്നു ദുഃഖി. എന്നിട്ട് കൂടി ഒരു ദയ പോലും ആ പണ്ഡിത്ത് കാണിച്ചില്ല. പണ്ഡിറ്റ് ജി अपने पद का दुरुपयोग करते गए और उल्टे उन्होंने इतना बड़ा पाप कर दिया. पंडितों को यह ऊंचा पद क्यों दिया जाता है? केवल ब्राह्मण घर में जन्म लेने से तो कोई सम्मान के लायक नहीं बन जाता. ഈ വക ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഈ കഥ വായിക്കുമ്പം വരുന്നത്. ജസ്റ്റ് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ അയാൾക്ക് എന്തിനാണ് ഇത്രയും വലിയ പദവി സമൂഹം കൊടുക്കുന്നത്? മനുഷ്യ അപ്നെ കർമ്മ ഓർ സോച്ച് സേ സമ്മാൻ കെ ലായക് ബൻതാ ഹെ. തൻ്റെ കർമ്മം കൊണ്ടും തൻ്റെ ചിന്താഗതി കൊണ്ടുമാണ് നമ്മൾ മനുഷ്യനെ അളക്കേണ്ടത്. जो मनुष्य दूसरे मनुष्य के प्रति इतनी निर्दयता से पेश आए वह पवित्र नहीं हो सकता. മറ്റു മനുഷ്യരുടെ മുകളിൽ ഇത്രയധികം ക്രൂരത കാണിക്കുന്നവർ ഒരിക്കലും അങ്ങനെയുള്ളവരെ, അത് ബ്രാഹ്മണനായാലും കൂടി നമ്മളവരെ ധർമാത്മാവെന്നോ പവിത്രമെന്നോ ഒന്നും വിളിക്കാൻ യോഗ്യരല്ല. അവർ നമുക്കൊരിക്കലും അങ്ങനെ വിളിക്കാൻ ഒക്കത്തില്ല. മനുഷ്യൻ്റെ മനസ്സിൽ മനുഷ്യത്വം ഇല്ലെങ്കിൽ, ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലല്ല ചിന്തിക്കുന്നെങ്കിൽ പിന്നെ അയാൾ ബ്രാഹ്മണനായാലും ശരി അയാളെ പവിത്രമെന്ന് വിളിക്കേണ്ട കാര്യം ഇല്ല. കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഇങ്ങനെ എഴുതാം. इस कहानी में सबसे ज़्यादा विडंबना इस बात में है कि दुखी चमार का मन अत्याचारी पंडित के प्रति विभाजित है. ഈ സ്റ്റോറിയിൽ ഏറ്റവും കീ പോയിൻ്റ് എന്താണ്? ഈ ദുഃഖി ചമാറിൻ്റെ മനസ്സ് അത്യാചാരി പണ്ഡിത്തിനെ ഓർത്തിട്ട് ഡിവൈഡഡ് ആണ്. വിഭാജിത്ത് എന്ന് വെച്ചാൽ ഡിവൈഡഡ് ആണ്. എന്ത് രീതിയിൽ ഡിവൈഡഡ് ആണ്? ഈ കഥയിൽ പറയുന്നുണ്ട്, ഈ ഘാസിറാമിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം പണ്ഡിത്തിനെ കണ്ടപ്പം ദുഃഖിയുടെ മനസ്സിലെ വികാരം എന്തായിരുന്നു? യഹ തേജസ്വി മൂർത്തി ദേഖ് കർ ഉസ്കാ ഹൃദയ ശ്രദ്ധ സെ പരിപൂർണ ഹോ ഗയാ, കിത്നി ദിവ്യ മൂർത്തി ഥി. അപ്പോൾ ഈ ഒരു ബ്രാഹ്മണനോട് ഉള്ള ഒരു അപാരമായ ഒരു റെസ്പെക്റ്റ് ദുഃഖിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മൺ അയാളെ ചൂഷണം ചെയ്യാന്നുള്ള പോലും ആ വ്യക്തിക്ക് ഒരു ബോധമില്ലായിരുന്നു. തൻ്റെ ജാതി കീഴ്ജാതി ആയത് കാരണം താൻ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ളൊരു ബോധം പോലും ദുഃഖിക്ക് ഇല്ലായിരുന്നു. അയാളുടെ മനസ്സിൽ ഒരു ഭാഗത്ത് ഈ ബ്രാഹ്മൺസിനോട് വളരെയധികം റെസ്പെക്റ്റും ഭയഭക്തിയും ബഹുമാനവും ഒക്കെയായിരുന്നു. അതുപോലെ വേറൊരു ഇൻസിഡൻറ്റും, അയാൾ തീ ആവശ്യപ്പെടുമ്പോൾ ഈ പണ്ഡിത്തായിൻ ദേഷ്യപ്പെട്ട് മുറുമുറുത്ത് എറിഞ്ഞു കൊടുക്കും തീ. അപ്പോഴും ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ദുഃഖി ആ ഡയലോഗ് കേട്ടിട്ട് എന്താ വിചാരിക്കുന്നത്? वो पछताता है, नाहक आया, सच तो कहती है, पंडित के घर में चमार कैसे चला आए, बड़े पवित्र होते हैं ये लोग, तभी तो संसार पूजता है, तभी तो इतना मान है. നോക്കൂ, ഞാൻ ഇവിടെ തീ ചോദിക്കാൻ വന്നത് തന്നെ അബദ്ധമായി, എൻ്റെ കുറ്റമാണ്. ഇവരൊക്കെ വളരെ പവിത്ര ആൾക്കാരാണ്, വളരെ പ്യോർ ആൾക്കാരാണ്. ഇവരുടെ വീട്ടിൽ തീ ചോദിച്ച് വന്ന എന്നെ വേണം പറയാൻ. അപ്പം അങ്ങനത്തെ ഒരു ബ്രാഹ്മിൺസിനെ പറ്റി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ദുഃഖിയുടെ മനസ്സിൽ. ഒരു വിഭാജിത് മനസ്സായിരുന്നു. दुखी की गलती यह थी कि
कि समाज की बेतुकी रीतियों को वह इतना मूल्य दे गया कि सही और गलत में अंतर नहीं देख पाया. തെറ്റേത് ശരിയേത് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ദുഃഖിക്ക് പറ്റിയില്ല. അതും ദുഃഖിയുടെ തെറ്റാണ്. ദുഃഖിക്ക് മാത്രമല്ല, ദുഃഖിയെ പോലുള്ള ഒരുപാട് ദുഃഖിമാർക്ക്, ഒരുപാട് താന്ന ജാതിക്കാർക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. दुखी खुद ही अपने आप को नीच और अपवित्र समझता था. वह स्वयं पंडित जी को तेजस्वी मूर्ति की तरह देखता है. അവൻ സ്വയം പണ്ഡിറ്റ് ജീനെ ഒരു വലിയ ഐഡലായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഇമേജാണ് പണ്ഡിറ്റ് ജിക്ക് അയാളുടെ മനസ്സിൽ. वह स्वयं सोचता है कि उसने ब्राह्मण का घर अपवित्र कर दिया. लोगों का तो काम ही है औरों का इस्तेमाल करना. तो यदि वह दलित ही अपने आप को पंडित के हवाले कर दे, उसमें मूर्खता उसकी ही है. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പ്രേംചന്ദ് ഇതും ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ താന്ന ജാതിക്കാർക്കും അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വീണ്ടെടുക്കണം. അവർക്കും അവരുടെ ഉള്ളിലും ഈ ഒരു ബോധം വരണം. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ദാസ്യവേല ചെയ്യാനുള്ളവരല്ല എന്നുള്ളത്. इस कहानी का मुख्य उद्देश्य यही रहा है कि इस विडंबना को, इस विभाजन को दूर करके हम न्याय और अन्याय के पक्षों को साफ साफ देख सकें. ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ ഉദ്ദേശം, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ന്യായം എന്ത്, അന്യായം എന്ത്. ജോലി ചെയ്താൽ കൂലി കിട്ടണം. അതുപോലെ പണ്ഡിത്തിൻ്റെ ജോലി മുഹൂർത്തം എടുത്തു കൊടുക്കുകയാണെങ്കിൽ അയാളത് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വേറൊരാളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം ന്യായവും അന്യായവും തിരിച്ചറിയാനുള്ള ഒരു വിവേകം എല്ലാവർക്കും ഉണ്ടാവണം. വായിക്കുന്ന നമുക്കും ആ ഒരു ബോധം വരണം. नवपाठक और पढ़े लिखे समझदार दोनों के हिस्से में यह जिम्मेदारी आती है. हमें अपने समाज में व्याप्त दुराचारों को दूर करना ही होगा. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും, ഇതുപോലത്തെ ഒരുപാട് വേണ്ടാത്ത പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ഈ സ്റ്റോറിയുടെ മെയിൻ ഉദ്ദേശ്യം, അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജ്. ഈ സ്റ്റോറി കൺവേ ചെയ്യുന്ന മെസ്സേജ് അതാണ്. നവപാഠക്, പുതിയതായിട്ട് ഈ കഥ വായിക്കുന്നവരും, പഠേ ലിഖേ സമസ്ദാർ ലോഗ്, ഇത് മനസ്സിലാക്കണം. അതാണ് ഈ സ്റ്റോറിയുടെ മെസ്സേജ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രൊബേബിൾ വശങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് താമസിയാതെ ഞാൻ അടുത്ത ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ സ്റ്റോറി പെർഫെക്റ്റായിട്ട് വായിക്കുക, ക്ലാസ്സസ് കേൾക്കുക, ക്വസ്റ്റൻ ആൻസർ ഡിസ്കഷനൂടെ കഴിയുമ്പോഴത്തേക്കിന് യു വിൽ ബി പെർഫെക്റ്റ് ഫോർ യുവർ എക്സാംസ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ജുഡേ രഹിയേ, മസ്ത് രഹിയേ.